മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ തൻ്റെ വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരാടുകളെയും കൊലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ പരിശുദ്ധമുള്ളവരോട് അരുളി ചെയ്തു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ച് എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ അതിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്നു കണ്ടു ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടു കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിയായി കണ്ടു ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടു ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടു ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നതായ നിത്യാഗ്നിയിലേക്ക് പോകുകയും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ച് എനിക്ക് കൊടുപ്പാൻ തന്നില്ല. അതിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല. ഭക്തനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളവും എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവർ നിത്യ അഗ്നിയിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ മേൽ വായിച്ചതാകുന്ന വചനം തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു മാർഗമാണ്. ഇന്ന് കൊടുക്കണ്ട എന്ന് അനേകർ പറയും. പക്ഷേ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ നീതീകരിക്കപ്പെടുകയുള്ളൂ. കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ. ഇവിടെ നിത്യ അഗ്നിയുണ്ട്, നിത്യരാജ്യവുമുണ്ട്. ഇടത്തും വലത്തും എല്ലാ ജാതികളെയും കൂട്ടും. അവരോട്, ഞാൻ വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ച് നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, തടവിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. നീതിമാന്മാർ ചെയ്യുന്ന ശുശ്രൂഷയാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണിത്. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണിത്. ഇത് ചിലർ പറയുന്ന യഹൂദന്മാരെക്കുറിച്ച്, യഹൂദന്മാരുമുണ്ട്, ജാതികളുമുണ്ട്. ജാതികളെയാണ് കൂട്ടുന്നത്. അവരെ കൂട്ടുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ? ഇപ്പം ഞാനൊരു സുവിശേഷവേലക്കാരനാണ്. ഞാൻ പുറത്തു പോകുമ്പോൾ എനിക്ക് കിട്ടുന്നതാകുന്ന ശുശ്രൂഷ, ആ ശുശ്രൂഷ തന്നെ സ്വർഗത്തിൽ എണ്ണപ്പെടുകയാണ്. ഞാൻ ചിലപ്പോൾ ദാഹിച്ചിരുന്നാൽ എനിക്ക് വെള്ളം തരികയോ, ഞാൻ നഗ്നനായിരുന്നു അവരെന്നെ ഉടുപ്പിക്കുകയോ, ഞാൻ രോഗിയായിരുന്നു അവരെന്നെ ഒന്ന് കാണുകയോ, ഞാൻ വിശന്നിരുന്ന് എനിക്ക് ഭക്ഷിപ്പാൻ തരികയോ, ഞാൻ തടവിലായിരുന്നു എന്നെ കാണുകയോ ചെയ്തിരുന്നാൽ ആ വരുന്നതാകുന്ന ദൈവദാസന്മാർ അവരെ ദൈവം കണക്കെടുക്കുകയും അവരെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ശുശ്രൂഷ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ നിങ്ങളെ നീതീകരിക്കപ്പെടുകയും നിങ്ങളൊരു ചെമ്മരിയാടായി മാറുകയും ചെയ്യും. അന്ത്യകാലത്ത് തേജസ്കരിക്കപ്പെട്ട സമയത്ത് കർത്താവ് തേജസ്കരിക്കുന്ന സിംഹാസനത്തിലിരുന്നു കൊണ്ട് സകലരെയും ന്യായം വിധിക്കും. ആ ന്യായം വിധിക്കുന്നതാകുന്ന സമയത്ത് ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തുമായി നിർത്തും. ഇടത്ത് നിൽക്കുന്നവരോട് കർത്താവ് പറയും, ഞാൻ നിത്യാഗ്നിയിലേക്ക് പോകുകയും. വലത്തുള്ളതാകുന്ന ചെമ്മരിയാടിൻ്റെ വിശ്വാസികളോട് ദൈവം പറയും, നിങ്ങളെവിടെ പോകണം? നിങ്ങൾക്കായി ഒരുക്കുന്ന ലോകസ്ഥാപനത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് പോകുവാനായിട്ട് പറയും. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ എന്ത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതോ, എന്ത് നിങ്ങൾ കൊടുക്കുന്നുവോ, എന്ത് നിങ്ങൾ ചെയ്യുന്നുവോ,
അതാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഏറ്റവും വലിയ ഭാഗ്യം. നീതിമാനെ ചേർപ്പാൻ വരുന്ന കർത്താവ് തൻ്റെ നീതിമാന്മാർക്ക് കൊടുക്കുന്നതാകുന്ന പ്രതിഫലം ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് പോകുവാനായിട്ട് പറയും. അതിന് നിങ്ങൾ അർഹരായിരിക്കണം. അതുകൊണ്ടാണ് കൊടുക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ കൊടുത്തെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? നീതിമാന്മാരുടെ ലിസ്റ്റിൽ വരത്തുള്ളൂ. നീതിമാന്മാരുടെ ലിസ്റ്റിൽ വരണമെന്ന് ഒരിക്കൽ നിങ്ങൾ ദൈവവേലയ്ക്കായിട്ടും ദൈവമക്കൾക്കായിട്ടും ദൈവത്തിനായിട്ടും കൊടുക്കണം. ആ കൊടുക്കുന്നതാകുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലർ പറയും കൊടുക്കണ്ട. കൊടുത്തെങ്കിലേ നിങ്ങൾ നീതിമാന്മാരുടെ ലിസ്റ്റിൽ വരത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്, അതൊരു ശുശ്രൂഷയാണ് ഈ കൊടുക്കുക എന്നുള്ളത്. എല്ലാവർക്കും അത് മനസ്സിലാകത്തില്ല. ചിലർ കൊടുക്കുമ്പോൾ കൈ പിന്നോട്ട് വലിക്കുന്നതായിട്ട് കാണുവാനായി മുഖം നോക്കി കൊടുക്കുന്നവരുണ്ട്, ആളെ നോക്കി കൊടുക്കുന്നവരുണ്ട്, വസ്ത്രം നോക്കി കൊടുക്കുന്നു. അതല്ല ദൈവം. ഞാൻ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ വിശന്നിരുന്ന് നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചിരുന്ന് നിങ്ങൾ എന്നെ കൊടുപ്പാൻ തന്നു. ഞാൻ വീടില്ലാതിരുന്ന് നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ ചേർത്തുകൊണ്ടു. അതാണ് ശുശ്രൂഷ. ആ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ നിത്യഭവനത്തിൽ ഉണ്ട്. നിത്യമാകുന്ന ഒരു ഭവനം അവർക്കായിട്ട് സ്വർഗത്തിൽ ഒരുക്കുന്നു എന്നുള്ളതാണ്. ഈ കൊടുക്കുക എല്ലാവരെയും കൊണ്ട് കൊടുക്കാനൊക്കത്തില്ല. ആ കൊടുക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗത്തിൽ വലിയൊരു സിംഹാസനമുണ്ടെന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ വലിയൊരു കെട്ടിടമുണ്ട് അവർക്ക്. അങ്ങനെ നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്തുണ്ടാവും കെട്ടിടം. ഇത് ചിലർ യഹൂദന്മാരെ കുറിച്ച് പറയുന്നതാണ്. അല്ല, സകല ജാതികളെയും കൂട്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് അതിൽ നീതിമാന്മാരെയും നീതിമാന്മാരല്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കും. ആ വേർതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നീതിമാന്മാരുടെ കൂട്ടത്തിൽ വരണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ നിന്ന് ദൈവവേലയ്ക്കായിട്ടും ദൈവത്തിനായിട്ടും കൊടുത്ത് സേവ ചെയ്യുന്നതാകുന്ന ദൈവത്തിൻ്റെ ജനമാണ് സ്വർഗരാജ്യത്തിൽ നിത്യഭവനത്തിലേക്ക് പോകുന്നത്. അല്ല, ബാക്കിയുള്ളവർ നിത്യ അഗ്നിയിലേക്ക് പോകും. ഈ രണ്ട് കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ നിത്യാഗ്നിയിൽ പോകുന്ന ആര് കൊടുക്കുന്നില്ലയോ, ആര് കർത്താവിന് വേണ്ടി ജീവിക്കുന്നില്ലയോ, ആര് കർത്താവിനെ സേവിക്കുന്നില്ലയോ, അവരവിടെ പോകുമെന്ന് ചോദിച്ചാൽ നിത്യാഗ്നിയിലേക്ക് പോകും. ആര് കർത്താവിൻ്റെ വചനമനുസരിച്ച് ദൈവമക്കളെ സേവിക്കുന്നുവോ, ദൈവങ്ങൾ കൊടുക്കുന്നുവോ, അവരെന്തെന്ന് ചോദിച്ചാൽ നിത്യഭവനത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കൊടുപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിരിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ ഒരാൾ വന്നാൽ, നിങ്ങളുടെ സഭയിൽ ഒരാൾ വരുമ്പോൾ അവൻ്റെ ആ ദരിദ്രതയെ കണ്ടുകൊണ്ട് അവനെ സഹായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലെ ഈ നിത്യഭവനത്തിലേക്ക് പോകാനായിട്ട്, ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് പോകാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ മത്തായി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശിഷ്യനായിരുന്നു. മർക്കോസും ലൂക്കോസും കണ്ടതും കേട്ടതും എഴുതിയിരിക്കുന്നു. അതേസമയം മത്തായിയും യോഹന്നാനും കർത്താവിൻ്റെ വായിൽ നിന്ന് വീണ വചനങ്ങൾ കേട്ടെഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വിശ്വസിക്കാം ഈ രണ്ട് സുവിശേഷം, മത്തായിയുടെയും യോഹന്നാൻ്റെയും സുവിശേഷം നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾ കൊടുക്കുന്നവരായിരിക്കുക. കർത്താവിന് വേണ്ടി കൊടുക്കുക, കൈ തുറന്ന് കൊടുക്കുക. അപ്പോഴാണ് ദൈവം നിങ്ങളെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിത്യഭവനത്തിലേക്ക് കൊണ്ടുപോകും. ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ എഴുതപ്പെടും. ചെമ്മരിയാടും കോലാടും തമ്മിലുള്ള വ്യത്യാസം ജാതികളുണ്ടാകും. ഇന്ന് ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് സകല ജാതികളെയും ദൈവം കൂട്ടും. ചെമ്മരിയാടും കോലാടുമായിട്ട് വേർതിരിക്കുന്നതാകുന്ന സമയത്ത് നിങ്ങൾ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ വരണം, വലത്തുള്ള ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ വരണമെന്ന് വരില്ല. നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ.